ICU മൾട്ടി സ്പെഷ്യാലിറ്റിയുടെ അവിടെ ആണ് ഫയർ ഉണ്ടായത്. ഒരു വെന്റിലേറ്ററാണ് കത്തിയത്. വെന്റിലേറ്റർ അടുത്ത് ഓക്സിജൻ അതും കൂടെ ഉണ്ടായിരുന്ന ഫയർ നല്ല വലിയ ഫയറായി മാറി. വലിയ ഫയറായിരുന്നു അത്, അണക്കം കുറേ സമയം അല്ല എക്സ്റ്റിങ്വിഷ് അവിടെ തന്നെ പ്രൈമറി ആയിട്ട് അവർ എക്സ്റ്റിങ്വിഷ് അടച്ചാണ്. ഇവാക്യുവേഷൻ ആയിരുന്നു ഒരു മെയിൻ ഹെഡ് എന്ന് പറയുന്നത്. 33 പേരുണ്ടായിരുന്നു. 33 പേരെ സേഫായിട്ട് മറ്റു വാർഡുകളിലേക്ക് മാറ്റി. ICUവിനകത്തുണ്ടായിരുന്നു 33 പേരെ സേഫായിട്ട് മാറ്റി. ബെഡിലല്ല, വെന്റിലേറ്റർ മാത്രമേ കത്തിയിട്ടുള്ളൂ. വെന്റിലേറ്റർ മാത്രമാണ് കത്തിയിട്ടുള്ളത്. ഇല്ല എക്സ്റ്റിങ്വിഷർ ഉണ്ടായിരുന്നു. ഡ്രൈ കെമിക്കൽ പൗഡർ എക്സ്റ്റിങ്വിഷർ ഉപയോഗിച്ചാണ്. ഫയർഫോഴ്സ് വരുന്നതിന് മുന്നേ അവർ എക്സ്റ്റിങ്വിഷർ പ്രവർത്തിച്ചായിരുന്നു. ആ ഫ്ലോറല്ല, ആ ഒരു യൂണിറ്റ് മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഒഴിപ്പിച്ചു, ആർക്കും ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അത്രേ ഉള്ളൂ. 2 ICU ഉണ്ട്. സർജിക്കൽ ICUവും ഇപ്പുറത്തെ ICU. 2 ICUവിലുള്ള ആൾക്കാരെ ഫുള്ള് മാറ്റിയായിരുന്നു. ഒന്നുമില്ല. ടെക്നിക്കൽ ടീമേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക ഇവാക്യുവേഷൻ. നമ്മുടെ പ്രവർത്തനം അതായിരുന്നു. അവർ കെടുത്തിയായിരുന്നു. അപ്പം അതാണ് ചെങ്കച്ചുള്ളി 2 യൂണിറ്റ്, ചാക്ക 1 യൂണിറ്റ്. ഇതാണ് രക്ഷാപ്രവർത്തനത്തിന്റെ കൃത്യമായ ഒരു വിവരം. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ്. ചാക്കയിൽ നിന്ന് 1 യൂണിറ്റും അതുപോലെ തന്നെ ചെങ്കച്ചുള്ളി 2 യൂണിറ്റും ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി. പക്ഷെ അതിനു മുമ്പ് തന്നെ അകത്തുള്ള ഫയർ എക്സ്റ്റിങ്വിഷർ യൂണിറ്റ് വെച്ച് തീ അണച്ചിരുന്നു. തീ ബെഡുകളിലേക്ക്, നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തൊക്കെ ലഭിച്ച വിവരങ്ങളൊക്കെ കുറച്ച് കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അവിടെ തീ ബെഡുകളിലേക്ക് പടർന്നിട്ടില്ല. മേയർ അടക്കമുള്ളവർ പറഞ്ഞു ഒരു ബെഡിൽ തീ പിടിച്ചു എന്ന്. പക്ഷേ അങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടില്ല. ബെഡിലേക്ക് തീ പടർന്നിട്ടില്ല. ഒരു വെന്റിലേറ്റർ യൂണിറ്റ് മാത്രമാണ് കത്തിയത്. സ്വാഭാവികമായും അത് മറ്റിടങ്ങളിലേക്ക് പടരാതെ അപ്പോൾ തന്നെ ആ ഓക്സിജൻ സപ്ലൈ അവിടെ അവർ കട്ട് ചെയ്തു. 33 രോഗികളാണ് ആ യൂണിറ്റിൽ ഉണ്ടായിരുന്നത്. അവിടെയുള്ള രോഗികളെ തൊട്ടടുത്ത ICU 2 ICU ആണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. ആ 2 ICUയിലെ ആളുകളെയും രോഗികളെ ഇവിടെ പൂർണ്ണമായും മാറ്റാനാണ് ഇപ്പോൾ തീരുമാനം. വെന്റിലേറ്ററിൽ ഷോർട്ട് സർക്യൂട്ട് ആകാം. ഇപ്പോൾ അത്തരമൊരു പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണ്, പ്രാഥമിക നിഗമനം മാത്രമാണ്. കൃത്യമായ ഒരു കാരണം എന്താണെന്ന് ഈ കൃത്യമായ അന്വേഷണങ്ങളിലൂടെ മാത്രമേ, തുടർ അന്വേഷണങ്ങളിലൂടെ മാത്രമേ കണ്ടെത്താനാകൂ. ഏതായാലും വെന്റിലേറ്ററിലാണ് തീ പിടുത്തമുണ്ടായത്. വെന്റിലേറ്ററാണ് കത്തിയത്. അവിടെ നിന്ന് ഇപ്പോൾ ഏതായാലും രോഗികളെ മാറ്റിയിരിക്കുന്നു. അപകടം ഒഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ മറ്റു കാരണങ്ങളിലേക്ക് സ്വാഭാവികമായി അന്വേഷണം ഉണ്ടാകും. മേയർ അടക്കമുള്ളവർ, ജനപ്രതിനിധികൾ ഇവിടെ എത്തിയിരുന്നു. ആരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് മേയറും DME അടക്കമുള്ളവർ വ്യക്തമാക്കിയത്. ഏതായാലും വലിയൊരു അപകടമാകേണ്ടിരുന്ന കാര്യം, ആശങ്ക ഒഴിവാകുന്നു. വലിയൊരു അപകടം ഉണ്ടാകാതെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഫയർഫോഴ്സിന്റെ സംയോജിതമായ ഇടപെടൽ, ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും ഒക്കെ കൃത്യമായ ഇടപെടൽ, അത് വലിയൊരു അപകടം ആണ് ഒഴിഞ്ഞു മാറുന്നത്. ഇതിന്റെ കാരണങ്ങൾ കണ്ടെത്തണം. നമുക്കറിയാം, മെഡിക്കൽ കോളേജ് ആശുപത്രി പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിൽ ഇത്തരമൊരു അപകടമുണ്ടായത് തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. സാങ്കേതിക തകരാറുകൾ, സാങ്കേതിക പ്രശ്നങ്ങൾ എല്ലായിടം ഉണ്ടാകും. പക്ഷേ ആ സാങ്കേതിക പ്രശ്നങ്ങൾ പോലും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു സുരക്ഷാ സംവിധാനം, ക്രമീകരണങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രി, രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന, ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കുമെന്ന് കരുതുന്ന ആശുപത്രിയാണ്. അവിടെ ഇത്തരമൊരു അപകടം പോലും ഉണ്ടാകാൻ പാടില്ലാത്തത്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും നിലവിൽ അപകട സാഹചര്യം പൂർണ്ണമായും ഒഴിഞ്ഞിരിക്കുന്നു. വലിയൊരു അപകടത്തിലേക്ക് പോകാതെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിന്റെ അന്വേഷണത്തിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടത്. എന്തുകൊണ്ട് ഇത്തരം ഒരു തീപിടുത്തമുണ്ടായി? ഇത് കൃത്യമായ ഓഡിറ്റ്, കൃത്യമായ ഇടപെടൽ നടത്തേണ്ട സ്ഥലമാണ്. ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ച ഉണ്ടാകാൻ പാടില്ലാത്ത സ്ഥലമാണ്. അവിടെ എങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്ന് സ്വാഭാവിക പരിശോധനകൾ ഉണ്ടാകും. പക്ഷേ ഏറ്റവും പ്രതീക്ഷയുള്ള, ഏറ്റവും ആശ്വാസകരമായ വാർത്ത, ഈ അപകടത്തിൽ ആർക്കും കാര്യമായ പരിക്കേറ്റിട്ടില്ല, ആർക്കും പൊള്ളലേറ്റിട്ടില്ല. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരിലേക്ക് ഇപ്പോൾ എത്തുന്നു. ജനപ്രതിനിധികളും സ്ഥാനാർത്ഥികളുമൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഈ അപകട സാഹചര്യം പൂർണ്ണമായും ഒഴിഞ്ഞു മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. സജിത്ത, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും അരുൺ സൂചിപ്പിക്കുന്നത് പോലെ ഒരു വെന്റിലേറ്റർ അവിടെ നേരിട്ട് രക്ഷാപ്രവർത്തനങ്ങളിൽ ഇടപെട്ട ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് വിശദീകരിച്ചത്. അവർ പറയുന്നത് അവിടെ നിന്നും അസുരക്ഷിതമായി രോഗികളെ മാറ്റുക എന്ന ദൗത്യമാണ്. തീ നേരത്തെ തന്നെ അണച്ചിരുന്നു എന്നതാണ്. ബെഡുകളിലേക്കൊന്നും തീ പടർന്നിട്ടില്ല. വെന്റിലേറ്റർ മെഷീനിൽ നിന്നാണ് തീപിടുത്തം കണ്ടത്. പെട്ടെന്ന് തന്നെ ഇടപെടൽ ഉണ്ടായി എന്നതാണ് സാഹചര്യം. പ്രധാനമായും രോഗാവസ്ഥ ഏറെ മൂർച്ഛിച്ച് കഴിയുന്ന 33 രോഗികളെ സുരക്ഷിതയിടത്തിലേക്ക് മാറ്റുക എന്നൊരു വലിയ ദൗത്യം. ആ ദൗത്യമാണ് ഇപ്പോൾ അവിടെ നിർവഹിക്കപ്പെട്ടത്. അതിൻ്റെ ഒരു തിരക്ക് തന്നെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും മറ്റ് ആശങ്കയ്ക്ക് വകയില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാവുന്ന കാര്യം.
വെന്റിലേറ്ററിൽ എങ്ങനെ സ്പാർക്ക് ഉണ്ടായി, കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യം എന്തായാലും ആശങ്കയ്ക്ക് വകയില്ല എന്ന് വേണം. ഇപ്പോൾ അത്തരം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. രോഗികളെ പൂർണ്ണമായി അവിടുന്ന് മാറ്റിക്കഴിഞ്ഞു. മറ്റ് ബദൽ സംവിധാനങ്ങൾ ഒരുക്കിയാണ്. പുതിയ ICU യൂണിറ്റിലെ മറ്റ് ക്രമീകരണങ്ങൾ, മറ്റ് സംവിധാനങ്ങൾ ഇതിലൊക്കെ മാറ്റിക്കൊണ്ടുള്ള ഒരു സജ്ജീകരണമാണിപ്പോൾ ഒരുക്കി മാറ്റുന്നത്. മെഡിക്കൽ കോളേജിൻ്റെ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഗുരുതരമായ രോഗാവസ്ഥയിലുള്ളവരാണ് സാധാരണ ഈ ICUവിൽ മറ്റും കഴിയുന്നത്. നമുക്കറിയാം, അവയവ മാറ്റവും പോലെയുള്ള സങ്കീർണമായ ശസ്ത്രക്രിയകൾ നടത്തുന്ന ഒരു വിഭാഗമാണ്. നിരവധി ക്ലേശകരമായ രോഗാവസ്ഥകളുള്ളവർ പാർപ്പിക്കുന്നതാണ് ICUവിൽ. അതുകൊണ്ട് തന്നെ അവരെ അവിടെ നിന്ന് മാറ്റുക, സുരക്ഷിതമായി രോഗാവസ്ഥയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ, ആരോഗ്യനിലയ്ക്ക് ഒരു ഇതും ഉണ്ടാകാതെ മാറ്റുക എന്നൊരു ക്ലേശകരമായ ദൗത്യമുണ്ട്. ആ ദൗത്യമാണ് ഇപ്പോൾ അവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും സുരക്ഷിത ഇടത്തിലേക്ക് അവർക്ക് മാറ്റിയിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ കൂടി വ്യക്തമാവേണ്ടതുണ്ട്. രക്ഷാപ്രവർത്തനം നടക്കുന്നു. നേരത്തെ തന്നെ അവിടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ചുകൊണ്ട് തീ ജീവനക്കാർ തന്നെ അണച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീടാണ് അവിടെ കൂടുതൽ ആളുകൾ എത്തുന്നത്. അരുണ്, തെരഞ്ഞെടുപ്പ് കാലമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥാനാർത്ഥികളൊക്കെ അവിടേക്ക് വരുന്നു. MLA ഉണ്ട് അവിടെ, V. മുരളീധരനൊക്കെ വരുന്നു. അങ്ങനെ കൂടി ഇത് വിഷയം ശ്രദ്ധയിൽപ്പെടുകയാണ്. ഒരു കാര്യം കൂടിയുള്ളത്, സംസ്ഥാനത്ത് ഈ ആശുപത്രികളിലെ തീപിടുത്തവും പ്രശ്നങ്ങളുമൊക്കെ ഒരു പൊതുവിൽ ആരോഗ്യവകുപ്പിനെതിരെ കൂടി ഒരു വിവാദമായി നിൽക്കുന്ന കാലഘട്ടമാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ്. മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും അങ്ങനെ ഗവൺമെൻറ് തലത്തിലുള്ള ഇടപെടൽ കൂടി ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരൊക്കെ നേരത്തെ ഇവിടെ എത്തുന്നുണ്ട്. പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരും BJP പ്രവർത്തകരും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. CPMന്റെ നേതാക്കളുമൊക്കെ വന്നിരുന്നു. പ്രധാനപ്പെട്ട നേതാവ് ആദ്യം എത്തിയത് മേയർ VV രാജേഷ്. വളരെ പക്വതരമായ ഒരു പ്രതികരണം, പക്വതയോടുള്ള പ്രതികരണം VV രാജേഷിനുണ്ട്. അദ്ദേഹം വളരെ ഇതിലൊരു രാഷ്ട്രീയ മുതലെടുപ്പിനോ അല്ലെങ്കിൽ അത്തരമൊരു ഇതിനൊന്നും ശ്രമിക്കാതെ വളരെ കൃത്യമായ ഒരു സിറ്റുവേഷൻ അവിടെ നിന്ന് VV രാജേഷ് അകത്ത് പോയി കണ്ട ശേഷം ഈ ആളുകളെ കൂടി ആശങ്ക മാറ്റി നിർത്തുന്ന പ്രതികരണമാണ് VV രാജേഷിൽ നിന്ന് ഉണ്ടായത്. പക്ഷേ നമുക്കറിയാം, സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് കാലമാണ്. അത്തരം രാഷ്ട്രീയ ഉദ്ദേശത്തോടെ പ്രതികരണം ഉണ്ടാകാം. അത് തൊട്ട് പിന്നാലെ കഴക്കൂട്ടത്തെ BJP സ്ഥാനാർത്ഥി V. മുരളീധരൻ വന്നപ്പോൾ അത്തരം ഒരു പ്രതികരണത്തിലേക്കും നമ്മൾ കണ്ടതാണ്. പക്ഷേ സ്വാഭാവികമാണ്, അത്തരം വിഷയങ്ങൾ, ആശുപത്രികൾ അത്രയധികം സെൻസിറ്റീവായ സ്ഥലമാണ്. സർക്കാർ ആശുപത്രികൾ, മെഡിക്കൽ കോളേജ് ആശുപത്രി പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ. അവിടെ ഇത്തരത്തിലുള്ള അപകടമുണ്ടാകുമ്പോൾ അതിനെല്ലാ സാധ്യതകളും പരിശോധിക്കണം. പ്രതിപക്ഷവും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തീർച്ചയായും സർക്കാർ വിമർശിക്കാൻ അവസരമായി കൂടി ഇതിനെ എടുക്കുമെന്ന ഉറപ്പാണ്. എങ്കിലും വളരെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു. ഇതിന്റെ കാര്യകാരണങ്ങളാണ് ഇത് പരിശോധിക്കേണ്ടത്. എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ ഇനി കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമെന്ന ഉറപ്പാണ്. അത്രയധികം സാധാരണ ആളുകളാണ് മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ആശ്രയിക്കുന്നവരും മഹാഭൂരിപക്ഷവും. അവർക്ക് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ ഒരുപക്ഷെ സ്വകാര്യ ആശുപത്രികൾക്ക് പോലും നൽകാൻ കഴിയാത്തത്ര സുരക്ഷിതമായ, അത്ര ക്വാളിറ്റിയുള്ള ചികിത്സ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി. അത് തന്നെ കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അതിൽ തന്നെ ഏറ്റവും മുൻനിരയിലുമാണ്. അത്തരമൊരു ആശുപത്രിയിൽ വളരെ പൂർണ്ണമായും വിശ്വസിച്ച് ചികിത്സയ്ക്കെത്തുന്ന ആളുകളാണ്. അവർക്ക് ഇത്തരമൊരു അപകടമുണ്ടാകുമ്പോൾ സ്വാഭാവികം അതിന്റേതായ ആശങ്കകൾ ഉണ്ടാകും. അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം കൂടി മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർക്കും സർക്കാരിനും ആരോഗ്യ വകുപ്പിനൊക്കെ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് അത്തരം അന്വേഷണങ്ങളിലേക്ക്, അത്തരം പരിശോധനകളിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും വലിയൊരു അപകടത്തിലേക്ക് പോകേണ്ട സംഭവങ്ങൾ, അത് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ അങ്ങനെ തന്നെ സംഭവിക്കുന്നു. കാരണം വെന്റിലേറ്ററിലുള്ള രോഗികളാണ്. അവർക്ക് ഒരു തീപിടുത്തം ഉണ്ടായാൽ പോലും എഴുന്നേറ്റ് മാറാനോ അല്ലെങ്കിൽ അവരെ അത്ര പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാനോ ഒന്നും കഴിയില്ല. അവരുടെ എല്ലാ സംവിധാനങ്ങളും കൂടി ഷിഫ്റ്റ് ചെയ്യണം. അത്തരമൊരു സംവിധാനത്തിലാണ്, വെന്റിലേറ്ററിലാണ് തീപിടുത്തം ഉണ്ടായത്. അതിന്റെ ഈ അപകടത്തിന്റെ ആഴം അതൊന്നുകൂടി വർദ്ധിപ്പിക്കുന്നതാണ്. പക്ഷേ ആ വെന്റിലേറ്ററിൽ തീ പടർന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അത് കൃത്യമായി ആ തീ അണയ്ക്കാൻ അധികൃതർക്ക് കഴിഞ്ഞു. രോഗികളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ സുരക്ഷാ സംവിധാനങ്ങൾക്കും ആശുപത്രി അധികൃതർക്കും കഴിഞ്ഞു എന്ന് തന്നെയാണ് ആശ്വസിക്കേണ്ടത്. പക്ഷേ അവിടെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ തീർച്ചയായും ഉണ്ടാകും. ഇതിന്റെ കാര്യകാരണങ്ങളിലേക്കും അന്വേഷണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.